السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم إذا دخل العشر أحيا ليله وأيقظ أهله وشد مئزره. റവാഹു അൽ ബുഖാരിയു വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പരിശുദ്ധ റമളാനിന്റെ 3-2 കഴിഞ്ഞു അവശേഷിക്കുന്ന ദിനങ്ങളിലേക്കുള്ള യാത്രയിലാണ് വിശ്വാസികളായ ആളുകൾ. ഈ അവസാനത്തെ 10 ഏറെ സവിശേഷതകളുണ്ട്. അതിൻ്റെ സവിശേഷതകളിൽ ഒന്ന് ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദർ എന്ന 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവ്, അത് ഒറ്റയിട്ട രാവിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറ്റയിട്ട രാവുകളെ വളരെ സജീവമാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇഅ്തികാഫ്, ഞാൻ അള്ളാഹുവിൻ്റെ ഈ പള്ളിയിൽ ഏത്തിക്കാഫ് ഇരിക്കുകയാണ് എന്ന നിയ്യത്തോടുകൂടി ഏതൊരാൾക്കും ഏതൊരു സമയത്തും നിർവഹിക്കാവുന്ന വളരെ സിമ്പിളായ ഒരു അമലാണ് അത്. ലൊഹറിന് പ്രവേശിക്കുന്ന ഒരാൾക്ക് ലൊഹറും കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് അതല്ലെങ്കിൽ 10 ആയത്തുകൾ ഓതി അവിടെ 5 മിനിറ്റ് ഇരുന്ന് വിശ്രമിക്കുന്നതിന് വേറൊരു മാർഗവുമില്ല. പ്രതിഫലം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ആ നിയ്യത്ത് മനസ്സിലുണ്ടായാൽ മതി. ഞാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ, അള്ളാഹുവിൻ്റെ ബൈത്തുള്ളയിൽ അല്ലെങ്കിൽ ഈ മസ്ജിദിൽ ഞാൻ ഏത്തിക്കാഫ് ഇത്ര നേരം ഇരിക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണത്. അപ്പം അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ രീതി എങ്ങനെയാണ് എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വ്യത്യസ്തമായ പദത്തിന്റെ ലഫ്ളുകളും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെപ്പുകളും ഒക്കെ അനുസരിച്ച് ഈ ഹദീസ് പല രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 സമാഗതമായി കഴിഞ്ഞാൽ. അശ്ർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അശ്റുൽ അവാഖിർ, അവസാനത്തെ 10 ദിവസമാണ്. അഹ്യാ ലൈലഹു, അദ്ദേഹം അതിൻ്റെ രാവിലെ സജീവമാക്കും, രാത്രി സജീവമാക്കും. വോളിബോളും ഫുട്ബോളും ക്രിക്കറ്റും ക്യാരംസും കളിച്ചിട്ടല്ല, തിന്നും കുടിച്ചിട്ടും അർമാദിച്ചിട്ടും അല്ല, ഇബാദത്ത് കൊണ്ട് തനിക്ക് എന്താണോ പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരിക്കാനേ പറ്റുള്ളൂ, എന്നാൽ പോയി ഇരുന്നു, അപ്പോൾ ക്ഷീണമുണ്ട് എന്നാൽ കിടന്നോ, അല്ലെങ്കിൽ ചാജി ഇരുന്നോ, അല്ലെങ്കിൽ ഖുർആൻ ഓദിക്കോ. ഒന്നും അറിയില്ലേ, ഒരു വസ്തു അറിയില്ല, ഖുർആനെ പറ്റി ഒന്നും അറിയില്ല, എന്നാലും ഇതൊന്ന് കയ്യിലെടുത്ത് വെക്കാൻ പൊന്നു സഹോദരന്മാരെ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടതാ, എത്ര ഓതാറുണ്ടെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് ഓതുക? ഞാൻ ആഴ്ചയിൽ ഒരു അൽത്തഫ് കൊണ്ട് ഓതും. ചിലപ്പോൾ എപ്പോൾ പകുതി അപ്പോഴത്തേക്ക് ജുമയായി, പിന്നെ പകുതിയോ ഇല്ല, അടുത്ത ആഴ്ചത്തെ. അപ്പം നമ്മുടെ ഓത്തിൻ്റെ കഥ. അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്കും. അതിൽ കവിഞ്ഞ് നിരന്തരമായൊരു ഖുർആനോടുള്ള ബന്ധം ഉണ്ടാവാൻ ഈ ഇരുന്ന ഇരിപ്പിൽ ഞാനും നിങ്ങൾ ഒക്കെ നിയ്യത്ത് ചെയ്യണം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം കഴിഞ്ഞൊക്കെ പോട്ടെ, അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു ഖുർആന്റെ അരിയിൽ കൂടി നടന്നു പോകേണ്ടി വന്നാൽ അതിനൊന്നും എടുത്തിട്ട് ഒരു 2 ആയത്തൊന്ന് ഓതി നോക്കാൻ ഞാൻ നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാന്റെ രാത്രികൾ ഹയാത്താക്കി, അതിന് ജീവസുറ്റതാക്കി തീർത്തു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, അതോടൊപ്പം തന്നെ തൻ്റെ വീട്ടിലുള്ള ആളുകളെ മുഴുവൻ ഉണർത്തുകയും ചെയ്തു, അതിനു വേണ്ടി ഉണർത്തി. മൂന്നാമത്തേത് തൻ്റെ വസ്ത്രമൊന്ന് തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന്, സ്വയം തയ്യാറാകുക. എല്ലാവിധ ഏർപ്പാടുകളും ഇടപാടുകളും ഒക്കെ മാറിയിട്ട്, കച്ചവടക്കാരുണ്ടാവാം, കൃഷിക്കാരുണ്ടാവും, കൂലിപ്പണിക്കാരുണ്ടാവും. ഇത്ര കൊല്ലായി സഹോദരന്മാരെ 60, 65, 70 ഒക്കെ കൊല്ലക്കാലം അധ്വാനിച്ചിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് കൈ കൂടെ പോയിട്ടുള്ളത്. ഒന്നിപ്പോൾ ഈ കീശയിലുള്ളതല്ലാതെ. ഇതാണ് ശ്വാസം തീർന്നാൽ ഒരാൾക്കാവുകയും ചെയ്തു. പിന്നെ ഇപ്പം എന്തിനാ ജീവിച്ചത്?
ഇതിനിടയിൽ നമുക്ക് കിട്ടിയ ഒരു അസുലഭമായ സന്ദർഭം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വയം ഒരു തയ്യാറെടുപ്പ് നടത്തുക. രണ്ടാമത്തെ, രാത്രി സജീവമാക്കുക. അതിനു വേണ്ടി കുടുംബത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇനി നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് ബസ് പോയിട്ട് കൈയാണിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതിനു വേണ്ടുള്ള ഒരുക്കം ഇപ്പം തന്നെ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കുന്ന ഇരുത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തമുള്ള ഒന്നാക്കി തീർക്കുകയും അമൽ സാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും ശേഷിക്കുന്ന അതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അല്ലാഹു നമുക്ക് ആഫിയത്തും ആയുസ്സും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.